വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു പറാത്ത ഉണ്ടാക്കാൻ പോവാണേ, എഗ്ഗ് വെച്ച്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ഗോതമ്പ് മാവുണ്ടേ, പിന്നെ ഒരു 5 മുട്ടയും എടുത്തു വെച്ചിട്ടുണ്ടേ. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യമേ ഈ മാവ് ഒന്ന് കുഴച്ച് വെക്കാം. ഇതിന് വേണ്ടിയിട്ട് ഈ മാവിലോട്ട് ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കേ. ഇതിനകത്ത് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇത് കോൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈരാണ്, ഒഴിച്ചു കൊടുത്ത് ഈസി ആയിട്ടുള്ളൊരു പറാത്തയാണ്. അത് ടേസ്റ്റുമാണ്. എഗ് പറാത്തയ്ക്ക് പിന്നെ കറിയൊന്നും വേണ്ട. ഇനി ഇതിനകത്ത് ഇളം ചൂടുവെള്ളം അതൊഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് മൈദ മാവിലും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന കണക്ക് തന്നെ. അപ്പം ഞാൻ ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ. നമ്മുടെ മാവ് നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി കുഴയ്ക്കുന്ന അതേപോലെ തന്നെ വെയിറ്റ് ബലം പ്രയോഗിക്കുകയൊന്നും വേണ്ട. അതുപോലെ കുറച്ച് സോഫ്റ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. കണ്ടോ? ഇനി ഇത് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതിവിടെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. മുട്ടയുടെ ഉള്ളിയൊക്കെ അരിയുന്ന സമയം വരെ ഇരിക്കട്ടെ. ഇതിവിടെ ഇരിക്കട്ടെ. ഞാൻ 5 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കേ. ഇതിനകത്തോട്ട് വലിയൊരു സവാള കൊത്തി അരിഞ്ഞതേ അതിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു 5 പച്ചമുളക്. ഇത് വലിയ എരിയില്ലാത്ത പച്ചമുളകാണ്. പിന്നെ നിങ്ങൾ എരിക്കനുസരിച്ച് ഇട്ട് കൊടുത്തേ. ഇനി ഇതിലോട്ട് കുറച്ച് ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില മുട്ടയ്ക്ക് ഏറ്റവും നല്ല ടേസ്റ്റാണ് മുട്ട കഴിക്കാനായിട്ട്. പിന്നെ മല്ലിയില വേണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി. കറിവേപ്പില കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടേ ഇട്ട് കൊടുക്കുക. നല്ലത്. ഇതിപ്പം മാവ് കുഴച്ച് വെച്ചിട്ട് 5-6 മിനിറ്റ് ആയേ. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിനകത്ത് വേണമെങ്കിൽ ക്രഷ്ഡ് ചില്ലി ഇടാം. ചതച്ച മുളകില്ലേ, ചതച്ച മുളക്, കുരുമുളക് പൊടി ഒക്കെ ഇടാം. ഇനി ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുത്തേ. ഇത് നല്ല മിക്സ് ചെയ്യണം. ഈ മസാലപ്പൊടി അവിടെ എവിടെയും കെട്ടാതിരിക്കണേ. ഇത് വേണമെങ്കിൽ കുരുമുളക് പൊടി, ചതച്ച കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇല്ലേ, ചതച്ചിട്ട് കൊടുക്കാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യേ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇത് ഇരിക്കണ്ട, നമുക്ക് തുടങ്ങാം. ഇതിപ്പം കാര്യം ഒരു 10 മിനിറ്റോളം ആയി ഇതിപ്പം മാവ് വെച്ചിട്ട്. ഇനി നമുക്ക് മാവ് എടുക്കാം.
ഇങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ മാവെടുക്കാം. ഓക്കെ, നല്ല സോഫ്റ്റാണ് മാവ്. ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉരുട്ടിയിടാം. ചപ്പാത്തി മാവിൻ്റെ അളവിൽ തന്നെ എടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് മാവ് എടുക്കില്ലേ, ആ ഒരു അളവിൽ തന്നെ ഉരുട്ടിയെടുക്കാം. ഓക്കെ, നമ്മുടെ ചപ്പാത്തി മാവെല്ലാം ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പലക എടുക്കാം. ഇതിനകത്ത് ചപ്പാത്തിക്ക് പരത്തുന്ന കണക്ക് തന്നെ പരത്തുക. നമുക്ക് ഇതിനകത്ത് കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് മാവ് തൂവി കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ മടക്കാം. ഇതുപോലെ എണ്ണയും ഇവിടെയും തൂക്കി കൊടുക്കാം. ഇവിടെ ഇച്ചിരി മാവിട്ട് കൊടുക്കാം. മാവ് ഇങ്ങോട്ടും വെക്കാം. ഇവിടെ എണ്ണ ഇതുപോലെ തൂവി കൊടുക്കാം. മാവും തൂവി കൊടുക്കാം. ഇത് ഇങ്ങോട്ടും മടക്കാം. ഇത് ഇങ്ങോട്ടും മടക്കാം. ഇത് നമുക്കിതുപോലെ എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് പിന്നെ പരത്തം ചെയ്യാം. അതായിരിക്കും നല്ലത്. ഓക്കെ, ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ഇത് ഓരോന്നും ഇതുപോലെ പരത്തിയെടുക്കേ. ഇതുപോലെ തന്നെ ചെയ്ത് വെക്കാം. ഇപ്പം ഞാൻ വീഡിയോ അടിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതുപോലെ പരത്തി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കേ. ഓക്കെ, നമ്മുടെ പറാത്തയുടെ മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് പറാത്തയുടെ മാവാണ്. ആദ്യം ചെയ്ത കണക്ക് തന്നെ അല്പം എണ്ണ ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് കുറച്ച് മാവ് തൂവി കൊടുക്കുക.
ഇതിന് പകരം എണ്ണയിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ട് 4-5 സ്പൂൺ പൊടി മാവില്ലേ അതും എടുത്ത് ഇതുപോലെ അത് കലക്കി ഇതുപോലെ ഇതിൻ്റെ പുറത്ത് തേച്ച് കൊടുത്താൽ മതിയേ. അന്നേരം ഇതുപോലെ എണ്ണ തേച്ചിട്ട് മാവ് തൂക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിരിക്കട്ടെ. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഇത് ഓരോന്നോരോന്നായിട്ട് പരത്തി വെക്കാം. ഇനി ഇതേപോലെ തന്നെ പരത്തിയെടുക്കണേ, റൗണ്ടായിട്ട് പരത്തണ്ട. ഇനി ഞാൻ ഗ്യാസ് ഓണാക്കി റെഡിയാക്കി വെച്ച ഈ മുട്ടയില്ലേ അത് ഈ ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കേ. കുറേശ്ശെ ഒഴിച്ചെടുക്കാം. ഇനി സ്റ്റൗ ഓണാക്കട്ടെ. തവ ചൂടാവട്ടെ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. വളരെ നന്ദിയുണ്ട്. കല്ലിലോട്ട് നമ്മളിപ്പം കത്തി വെച്ചെടുത്ത പറാത്ത ഇട്ട് വെക്കേ. തീ മീഡിയത്തിൽ കിടക്കുകയാണ്. നമ്മൾ തീ കൂട്ടിയും കുറച്ചും കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. നല്ല പൊള്ളിച്ച് വരുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് ഈ മുട്ട റെഡിയാക്കി വെച്ചേക്കുന്നില്ലേ അതൊഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൈഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തീ സിമ്മിലായിരിക്കണം. ഇനി എണ്ണ ഒഴിച്ചതിന് മുട്ട ഒഴിച്ചതിന് ശേഷം അരി ഉള്ളു വേവ് വെന്ത് കിട്ടണം. ഓക്കെ,
അതുപോലെ നമുക്ക് രണ്ടാമത്തെ അടുത്തത് ഇട്ട് കൊടുക്കേ. തീ കുറച്ചായിരിക്കണേ, മീഡിയത്തിലും സിമ്മിനും ഇടയ്ക്കായിരിക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, പൊറാട്ട പൊള്ളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഈ പൊള്ളിച്ച പൊറാട്ടയുടെ ഇതുപോലൊരു വെട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഈ സിമ്മിലാണേ. ശകലം എണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത്തെ പൊറോട്ട റെഡിയായി. ഇട്ട് വെക്കാം. ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുക്കട്ടെ. നമ്മുടെ ലാസ്റ്റ് പൊറോട്ടയും റെഡിയായേ. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് പൊറോട്ടയും റെഡിയായി. ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോവാണ്. ഞാനൊന്ന് മുറിച്ച് കാണിച്ചതേ. ഓക്കെ, എഗ് പൊറാത്ത ഇത് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കെ. ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല, പിന്നെ സോസൊക്കെ കൂട്ടി കഴിക്കാൻ നമുക്ക്. പിന്നെ നല്ല ടേസ്റ്റാണ്, വേറെ കറിയുടെ ഒരു ആവശ്യവും വേണ്ട. സുഖമായിട്ട് നല്ല ടേസ്റ്റോടുകൂടി പിള്ളേർ വരെ കഴിച്ചു തുടങ്ങും. കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. പിന്നെ മൈദാമാവിനും ഉണ്ടാക്കാം. ഇപ്പോൾ ഗോതമ്പ് മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് നോക്കാം. എന്നുണ്ടോ നല്ല സോഫ്റ്റായിട്ടുള്ള ഈ പൊറോട്ട നല്ല പൊറാത്തയാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളെല്ലാം നല്ല വെന്തിട്ടുണ്ട്. നമുക്ക് ലെയറായിട്ടിരിക്കുക. ഇതിനകത്ത് കണ്ടോ മുട്ട ഇതിനകത്തോട്ട് വന്നോളൂ. ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയതിൻ്റെ ഫീഡ്ബാക്ക് വന്നാൽ മുറിഞ്ഞ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുക. അത് അത്രയ്ക്ക് സോഫ്റ്റാണിത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.